അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഫിഫ്ത്ത് ലെയർ എക്സോസ്ഫിയറിനെ കുറിച്ചാണ് കേട്ടോ. ലാസ്റ്റ് ലെയർ ആണ് അറ്റ്മോസ്ഫിയറിന്റെ. ഓക്കെ, അപ്പൊ എക്സോസ്ഫിയറിനെ കുറിച്ച് അറിഞ്ഞാലോ? ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ അപ്പർ മോസ്റ്റ് ഉയരത്തിലുള്ള ലെയർ, ഏറ്റവും പൊക്കത്തിലിരിക്കുന്ന ലെയർ ഏതാണ്? എക്സോസ്ഫിയർ ആണ് അല്ലെ. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. പിന്നെയോ ദിസ് ലെയർ ഹാസ് വെരി തിൻ എയർ. ഇത്തിരി നേരിയ വായു ഉള്ളൂ എക്സോസ്ഫിയറിൽ കേട്ടോ. ആൻഡ് ലൈറ്റ് ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം, ഹൈഡ്രജൻ ഫ്ലോട്ട് ഇൻ ടു സ്പേസ് ഫ്രം ഹിയർ. അല്ലെ, ലൈറ്റ് ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം, ഹൈഡ്രജൻ ഒക്കെ ഇവിടെ നിന്നാണ് സ്പേസിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ മക്കളെ. ഓക്കെ, ഇതിന്റെ ലെയറിൽ അത്ര നേരിയ തോതിലുള്ള വായുവേ ഉള്ളൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൽ നിന്നുള്ള ലൈറ്റ് ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം ആൻഡ് ഹൈഡ്രജൻ ഇതിൽ നിന്നാണ് സ്പേസിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെതർ ക്ലൈമറ്റ്, അതിന് ഉള്ള ചേഞ്ചസ് വരുന്ന കുറച്ച് ഘടകങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ടെമ്പറേച്ചർ ആണ്. നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ? The temperature you feel every day is the temperature of the atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ആണ് നമ്മുടെ എർത്തിൽ എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുന്നത് അല്ലെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, the degree of hotness and coldness of the air is known as temperature. എന്ന് വെച്ചാൽ ഒരു ഇതിന് ചൂട് കൂടുതലായിരിക്കും, ഒരു ഇതിന് തണുപ്പ് കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് ഒരു ഇതിനെ ആ ഒരു ഫാമിലിന് ഒരു പേര് പറയാം. ഇറ്റ് ഇസ് ടെമ്പറേച്ചർ. ഓക്കെ, the degree of hotness and coldness of the air. വായുവിന് നല്ല തണുപ്പും ഒരു നല്ല ചൂടും വരുമ്പോ ആ ഒരു ഇതിനെ അവസ്ഥനെ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ യു ഫീൽ എവറി ഡേ ഇസ് ദ ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് മനസ്സിലാക്കുക. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ് ഓഫ് ദ എയർ ഇസ് നോൺ ആസ് ടെമ്പറേച്ചർ. ഓക്കെ, ഓക്കെ, ഒബ്സർവിംഗ് ദ എർത്ത് ക്ലൈമറ്റ് ആണ്. എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ്? ഇറ്റ് ഇസ് ടെമ്പറേച്ചർ, its humidity, precipitation, solar radiation, sea surface temperature. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടി സ്നോ കവർ. ഓക്കെ, സ്നോ കവർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? The temperature of the atmosphere changes not only between day and night but also from season to season. നമ്മുടെ ടെമ്പറേച്ചറിലെ താപനില എന്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു സീസണിൽ നിന്ന് മറ്റൊരു സീസണിലേക്ക് പോകുമ്പോൾ, സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് പോകുമ്പോൾ ചൂട് കാലത്തിൽ നിന്ന് തണുപ്പ് കാലത്തേക്ക് നമ്മൾ പോകും അല്ലെ. അങ്ങനെയാണ് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരിക എന്നാണ് പറയുന്നത്. സമ്മേഴ്സ് ആർ ഹോട്ടർ ദാൻ വിന്റർ എന്ന് വെച്ചാല് ചൂടുകാലം എന്ന് പറയുന്നത് തണുപ്പ് കാലത്തേക്കാൾ വലിയ ചൂടുള്ള ഒരു കാലാവസ്ഥയാണല്ലേ സമ്മർ സീസൺ എന്ന് പറയുന്നത്. അതൊക്കെ ടെമ്പറേച്ചറിൽ വലിയ തരത്തിലുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. ദ ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് നോട്ട് ഓൺലി ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ബട്ട് ഓൾസോ ഫ്രം സീസൺ ടു സീസൺ. സമ്മേഴ്സ് ആർ ഹോട്ടർ ദാൻ വിന്റർ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. An important factor that influences the distribution of temperature. ഇങ്ങനെ ഓരോ കാലാവസ്ഥയ്ക്ക് ഓരോ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഘടനയാണ് എന്ത് മക്കളെ? ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇൻസൊലേഷൻ. സ്പെല്ലിംഗ് എന്താണ്? INSOLATION. ഓക്കെ, the insolation is the incoming solar energy intercepted by the earth. ഇവിടെ നിന്നാ കൂടുതൽ തരത്തിലുള്ള സോളാർ എനർജി എവിടെ നിന്ന് കിട്ടുന്നത്? എർത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അതിന് പറയുന്ന പേര് ഇൻസുലേഷൻ എന്നാണ് അല്ലെ. An important factor that influences the distribution of temperature, it is insulation. നല്ല തരത്തിലുള്ള സോളാർ റേറ്റ്സ് അവർക്ക് ലഭിക്കുന്നത് it is by the earth അല്ലെ. Insulation is the incoming solar energy intercepted by the earth. Okay, അപ്പോ ദ എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ ഡിക്രീസസ്. ഇങ്ങനെ എർത്തിൽ നിന്ന് വരുന്ന ഇൻസുലേഷൻ സൺറൈസ് അത് കുറയുമ്പോ ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ് ടെമ്പറേച്ചറും കുറയും. ഇൻ ദ സെയിം മാനർ അല്ലെ. ഇൻസുലേഷന്റെ അളവ് കുറയുമ്പോ ടെമ്പറേച്ചറിന്റെ അളവും കുറഞ്ഞു വരും. If the earth's temperature rises too high, it would become too warm for some crops to grow. എന്ന് വെച്ചാൽ എർത്തിലുള്ള ടെമ്പറേച്ചർ താപനില റൈസ് ചെയ്യുമ്പോ it would become
ടു വാം എന്ന് വെച്ചാൽ അത് അപ്പൊ എന്താവും ഇൻസുലേഷൻ നല്ല രീതിയിൽ വാം ആവുകയും അത് സം ക്രോപ്സ് ടു ഗ്രോ ഇറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടന്റ് അല്ലെ. എർത്ത് ടെമ്പറേച്ചർ കൂടുമ്പോ എന്താണ് അത് കുറെ ക്രോപ്സിന് ധാന്യങ്ങൾക്ക് അത് വലിയ തരത്തിലുള്ള ബെനിഫിറ്റ് ആയിരിക്കും, അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. And if the earth's temperature rises too high, it would become too warm for some crops to grow. പിന്നെയോ ടെമ്പറേച്ചർ ഇൻ സിറ്റീസ് ഇസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് വില്ലേജസ്. പിന്നുള്ള വ്യത്യാസം നോക്കിക്കേ, ഇൻസുലേഷന്റെ ഭാഗമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ എർത്തിൽ കൂടുമ്പോൾ അത് ചില ക്രോപ്സിന് അത് ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെന്താ ടീച്ചർ പറഞ്ഞത് എന്ന് വെച്ചാൽ പട്ടണത്തിലുള്ള താപനില ആയിരിക്കില്ല ഗ്രാമത്തിലുള്ള താപനില എന്ന് പറയുന്നത്. ഇറ്റ്സ് വിൽ ബി ഡിഫറെന്റ് അല്ലെ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് If the earth's temperature rises too high, it would become too warm for some crops to grow. പിന്നെയോ temperature in cities is much higher than that of villages. Okay. നോക്കിക്കേ, the concrete and metals in buildings and asphalt of roads get heated up during the day. അല്ലെ, എന്ന് വെച്ചാൽ ഇപ്പൊ മെയിൻലി റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ കാണാം അതിൽ കമ്പികളൊക്കെ നല്ല എന്തായിരിക്കും, തണുപ്പായിരിക്കും അല്ല, നല്ല ചൂടില് പൊള്ളിയായിരിക്കും. ദിസ് ഹീറ്റ് ഇസ് റിലീസ് ഡ്യൂറിങ് ദ നൈറ്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചൂട് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? നൈറ്റിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ കോൺക്രീറ്റ് ആൻഡ് മെറ്റൽസ് ഇൻ ബിൽഡിംഗ്സ് ആൻഡ് asphalt of roads get heated up during the day. This heat is released during the night. രാത്രിയിലാണ് ഇത്രയും ചൂട് എന്ത് ചെയ്യുന്നത്, ഈ അന്തരീക്ഷത്തിലേക്ക് വമിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മെറ്റൽസിനും റോഡ് കൺസ്ട്രക്ഷൻ ടൈമിൽ കമ്പിയൊക്കെ നല്ല ചൂട് പകൽ സമയത്ത് ഉണ്ടാവാൻ കാരണം. ഓൾസോ ദ ക്രൗഡഡ് ഹൈ റൈസ് ബിൽഡിംഗ്സ് ഓഫ് cities trap the warm air and thus raise the temperature of cities. ഓക്കെ, സിറ്റീസിൽ എന്താണ് ഈ ടെമ്പറേച്ചർ കൂടാൻ കാരണം എന്താണ്? ഇത്രയും ഹൈ റേസിലുള്ള ബിൽഡിങ്സ് എന്ത് ട്രാപ്പ് ചെയ്യും? വാം എയർ അവർ ട്രാപ്പ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് അവിടെ താപനില ഉയരാൻ കാരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് the concrete and metals in buildings and asphalt of roads get heated up during the day. It is due to the heat is released during the night. പിന്നെയോ the crowded high-rise building of the cities trap the warm air and thus raise the temperature of the cities. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന other influencing factor of weather climate, it is air pressure ആണ്. എന്താണ് എയർ പ്രഷർ എന്നൊരു ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ, air pressure is defined as the pressure that is exerted by the weight of air on the earth's surface. എന്ന് വെച്ചാൽ ഇത്തരത്തിൽ കുറച്ച് വായുവിന്റെ ലെവൽ ഉണ്ടാവും, അത് എർത്ത് സർഫേസിലേക്ക് എത്ര തരത്തിലുള്ള പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എയർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആസ് വി ഗോ അപ്പ് ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, ഓരോ ലെയർ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രഷർ എന്താണ്, falls rapidly, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, the air pressure is highest at sea level and decreases with the height. sea ലെവലിൽ എയർ പ്രഷർ കൂടുമ്പോൾ അതിന്റെ ഹൈറ്റിൽ അതെന്ത് ചെയ്യും, കുറവ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, it is air pressure is defined as the pressure exerted by the weight of air on the earth's surface. എന്ന് പറയുമ്പോൾ ഇതിന്റെ എയർ പ്രഷർ sea ലെവലിൽ കൂടി വരുമ്പോൾ അതിന്റെ ഹൈറ്റ് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് as we go up the layers of atmosphere, the pressure falls rapidly and the air pressure is highest at sea level and decreases with the height എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇത് എയർ പ്രഷറിന്റെ കാണിക്കുകയാണ്. ഹൈ ലോ എന്ന് വെച്ചാൽ ഹൈ പ്രഷറും ലോ പ്രഷറും സിഗ്നിഫൈ ചെയ്യുന്നതാണ്. ഹൈ പ്രഷർ, ലോ പ്രഷർ, അതിന്റെ ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. കണ്ടില്ലേ, എയർ പ്രഷർ താഴേക്ക് വരുന്ന ഹൈ പ്രഷർ, ആ ലോ പ്രഷർ. ഓക്കെ, നെക്സ്റ്റ്. Horizontally, the distribution of air pressure is influenced by the temperature of air at a given place. ഇങ്ങനെ എയർ പ്രഷർ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ അത് എന്തുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും? ആ ഒരു റീജിയന്റെ, ആ ഒരു സ്ഥലത്തിന്റെ ടെമ്പറേച്ചറുമായിട്ട് നല്ല രീതിയിൽ ഒരു എന്തുണ്ടാവും, ഒരു ലിങ്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. In areas where the temperature is high, the air gets heated. എന്ന് വെച്ചാൽ ആ ഒരു റീജിയനിൽ ചൂട് നല്ല ചൂടാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ വായു നല്ല രീതിയിൽ ഹീറ്റ് ആവും അല്ലെ. ദിസ് ക്രിയേറ്റ്സ് എ ലോ പ്രഷർ ഏരിയ. അതാണ് ലോ പ്രഷർ ഏരിയ ആക്കുന്നത്. നമ്മൾ ഈ ഒരു ഇതിൽ എക്സാമ്പിൾ കണ്ടില്ലേ, ഇവിടെ ലോ പ്രഷർ ഏരിയ ആക്കാൻ കാരണം എന്താണ്? ഈ ഒരു ടെമ്പറേച്ചർ നല്ല രീതിയിൽ
റൈസ് അപ്പ് ചെയ്യുമ്പോൾ അവിടെയുള്ള എയർ എന്താവും, നല്ല രീതിയിൽ ഹീറ്റ് ആവും. അങ്ങനെയാണ് അത് ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറുന്നത്. പിന്നെയോ ലോ പ്രഷർ ഇസ് അസോസിയേറ്റഡ് വിത്ത് ക്ലൗഡി സ്കൈസ് ആൻഡ് വെറ്റ് വെതർ. അപ്പൊ ലോ പ്രഷർ ഏരിയ എന്ന് പറയുമ്പോൾ അതെന്താ, എങ്ങനെയുള്ളതായിരിക്കും? ക്ലൗഡി സ്കൈസ് ആയിരിക്കും ആൻഡ് ഓൾസോ വെറ്റ് വെതർ ആയിരിക്കും എന്നാണ് മറ്റൊരു പ്രത്യേകത, ലോ പ്രഷർ ഏരിയാസിന്റെ പ്രത്യേകത. ലോ പ്രഷർ, ഓക്കെ. അപ്പോ ഇൻ ഏരിയാസ് ഹാവിംഗ് ലോവർ ടെമ്പറേച്ചർ ദ എയർ ഇസ് കോൾഡ്. ലോവർ ടെമ്പറേച്ചർ ആവുമ്പോൾ അവിടെ താപനില കുറവാകുമ്പോൾ അവിടെ എന്തായിരിക്കും, എയർ തണുപ്പാവും. അപ്പോ ഹെവി ആയി മാറും. ഹെവി എയർ സിങ്സ് ആൻഡ് ക്രിയേറ്റ്, അങ്ങനെ അതെന്ത് ചെയ്യും, ഹൈ ചൂടാകുമ്പോൾ ലോ പ്രഷറിലേക്ക് വരും, അതുപോലെ തന്നെ തണുപ്പാവുമ്പോൾ ഹൈ പ്രഷറിലേക്ക് വരും. ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് എന്താണ്, ക്ലിയർ ആൻഡ് സണ്ണി സ്കൈസ് ആയിരിക്കും. അതുപോലെ തന്നെ എയർ ഓൾവേസ് മൂവ്സ് ഫ്രം ഹൈ പ്രഷർ ഏരിയാസ് ടു ലോ പ്രഷർ ഏരിയ. അതുപോലെ തന്നെ ലോ പ്രഷർ ഏരിയയിൽ ടെമ്പറേച്ചർ റൈസ് അപ്പ് ചെയ്യുമ്പോൾ എയർ ചൂടാവും, അപ്പൊ അവിടെ നല്ല കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും. പക്ഷെ അല്ലേ, ഹൈ പ്രഷറിൽ കോൾഡ് ആവും, എയർ കോൾഡ് ആവുമ്പോൾ അത് നല്ല സണ്ണി സ്കൈസ് ഒക്കെ ആയിരിക്കും. മറ്റേത് ലോ പ്രഷർ ഏരിയയിൽ വെറ്റ് വെതർ ഒക്കെ ആയിരിക്കും. ഓക്കെ, Next, we are going to discuss about another important factor that affects the weather. It is wind. Okay, wind എന്ന് പറഞ്ഞാൽ എന്താണ്? Features നോക്കിയാലോ. The movement of air from high pressure area to low pressure area is called wind. Windന്റെ movement, വായുവിന്റെ movement എങ്ങനെയാണ് wind മൂവ് ചെയ്യാനുള്ള? It is high pressure area നിന്ന് low pressure ഏരിയയിലേക്കുള്ള വായുവിന്റെ മൂവ്മെന്റിന് പറയുന്ന, ചലനത്തിന് പറയുന്ന പേരെന്താ മക്കളെ? wind എന്നാണ്. Okay. And you can see wind at work as it blows dry leaves down the pavement or uproots trees during a storm. ഇപ്പൊ അറിയാം, വിൻഡ് വരും, നല്ല കാറ്റ് വരുമ്പോ എന്തായിരിക്കും, മരങ്ങളൊക്കെ തെന്നി വീഴുകയും അതൊക്കെ ചെയ്യും. Sometimes when the wind blows gently you can even say it blowing away and smoke or fine dust. ചിലപ്പോൾ മല്ലനതാവുമ്പോ എന്തായിരിക്കും, ചില പൊടിപടലങ്ങൾ മാത്രം ഇങ്ങനെ പറക്കുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചില നല്ല ഹെവി വിൻഡ് വരുമ്പോൾ റൂട്ട്സ് എന്താണ്, ട്രീസ് ഒക്കെ ഇങ്ങനെ പൊരിഞ്ഞു വീഴുകയോ ഉള്ള അവസ്ഥയാണ് അല്ലെ. അപ്പൊ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന മക്കളെ? ദ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ ഇസ് നോൺ ആസ് വിൻഡ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് വിൻഡിന്റെ ഇത് കാണിക്കുകയാണ്. വാം ആയിരിക്കും വിൻഡിന്റെ ലോ പ്രഷർ, ഹൈ പ്രഷറിൽ കോൾഡ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ തന്നെ. പിന്നെ പല ടൈപ്സ് ഓഫ് വിൻഡ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് വിൻഡ് ഏതാ മക്കളെ? ഇറ്റ് ഇസ് പെർമനന്റ് വിൻഡ് ആണ്. എന്താ പെർമനന്റ് വിൻഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ ട്രേഡ് വിൻഡ് ഓർ വെസ്റ്റേർലൈസ് ആൻഡ് ഈസ്റ്റേർലൈസ് ആർ ദ പെർമനന്റ് വിൻഡ്സ്. പെർമനന്റ് വിൻഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് വിൻഡ്സ് ആണ്? ട്രേഡ് വിൻഡ്സ് ഓർ വെസ്റ്റേർലൈസ് ഓർ ഈസ്റ്റേർലൈസ്. ഓക്കെ, and this blow constantly throughout the year in a particular direction. എല്ലാ വർഷവും ഇത് ബ്ലോ ചെയ്യുന്നുണ്ട്, വീശി അടിക്കുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും, ഒരു എന്താ പ്രത്യേകത ഉള്ള ദിശയിലായിരിക്കും അത് ആ ഒരു ട്രേഡ് വിൻഡ്സിന്റെ അല്ലെ പെർമനന്റ് വിൻഡ്സിന്റെ ഒരു ബ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പെർമനന്റ് വിൻഡ്സ് ഇസ് ഓൾസോ നോൺ ആസ് ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലൈസ് ഓർ ഈസ്റ്റേർലൈസ്. And this blow constantly throughout the year. വർഷത്തിൽ എല്ലായ്പ്പോഴും ഇത് വീശുന്ന ഒരു കാറ്റാണ് പെർമനന്റ് വിൻഡ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് അറ്റ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ആണ്. പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമാണ് പെർമനന്റ് വിൻഡ്സ് വീശുന്നത്. And next type of wind, it is seasonal wind. എന്താണ് സീസണൽ വിൻഡ് എന്ന് പറയുന്നത്? This winds change their direction in different season. പല കാലാവസ്ഥയില് പല ദിശയിലായിരിക്കും ഈ ഒരു കാറ്റ് വീശുന്നത്, സീസണൽ വിൻഡ്സ്. ഫോർ എക്സാമ്പിൾ മൺസൂൺസ് ഇൻ ഇന്ത്യ. മൺസൂൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ മൺസൂൺ സീസൺ ഇന്ത്യയിലാവുമ്പോൾ അത് പ്രത്യേകത മൺസൂൺ കാറ്റായിരിക്കും വീശുന്നത്. അത് പല സീസണിലും പല ടൈപ്പ്, അതിന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അതാണ് സീസണൽ വിൻഡ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് വിൻഡ്. ഫസ്റ്റ് പെർമനന്റ് വിൻഡ്സ് ആണ് നമ്മള്. ഫസ്റ്റ് ഏത് വിൻഡ് ആണ്? പെർമനന്റ് വിൻഡ്. സെക്കൻഡ് സീസണൽ വിൻഡ്സ് ആണ് അല്ലെ. ഓക്കെ, and third one, it is local wind. എന്താണ് ലോക്കൽ വിൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? This blow only during a particular period of day or year in a small area. ഒരു ചെറിയ പ്രദേശത്ത് പകൽ സമയത്ത് ഒരു ചെറിയ ടൈമിൽ, ഏതെങ്കിലും ഒരു ടൈമിൽ പകൽ സമയത്ത് വീശുന്ന ഒരു കാറ്റാണ് ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ലാൻഡ് ആൻഡ് സീ ബ്രീസ് എക്സാമ്പിൾ ആണ് കേട്ടോ ലോക്കൽ വിൻഡ്സിന്റെ. ഡു യു റീകോൾ ദ ഹോട്ട് ആൻഡ് ഡ്രൈ ലോക്കൽ വിൻഡ് ഓഫ് നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ? ഈ രാജസ്ഥാനിലൊക്കെ ഹോട്ട് അല്ലേ, ഹോട്ട് ആയിട്ടുള്ള ഏരിയാസ് അല്ലേ. അപ്പൊ അവിടെ ഉള്ള ഇതന്നെ നോക്കുമ്പോൾ ലോക്കൽ വിൻഡിന്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇടക്ക് മാത്രം ബ്ലോ ചെയ്യുന്ന ഒരു വിൻഡാണ് ലോക്കൽ വിൻഡ്സ് എന്ന് പറയുന്നത് ഇത്തരം പ്രദേശത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫാക്ടർ ദാറ്റ് എഫക്ട്സ് ദ വെദർ, ഇറ്റ് ഈസ് മോയ്സ്ചർ ആണ്. എന്താണ് മോയ്സ്ചർ എന്ന് പറയുന്നത്?
when water evaporates from land and different water bodies, അല്ലെ, when water evaporate, ഈ നമ്മുടെ ലാൻഡിൽ നിന്നും വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? വാട്ടർ വേപ്പർ ആയിട്ട് മാറും അല്ലെ. അങ്ങനെ the moisture in the air at any time is known as humidity. ഈ വായുവിലുള്ള ഈ മോയ്സ്ചറിന്റെ പേര് അല്ലെ, ഈ വായുവിൽ ഉൾപ്പെടുന്ന ഒരു കണ്ടന്റ് ആയിട്ടുള്ള മോയ്സ്ചറിന് മറ്റൊരു പേരുണ്ട്. എന്താ മക്കളെ? it is humidity. okay, moisture എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ ടൈപ്പ് ഓഫ് ഇതാണ്. വാട്ടർ evaporates from land and different water bodies. It becomes water vapor. And next point, moisture in the air at any time is known as what? Humidity. okay, when the air is full of water vapor, we can call it as a humid day. വായുവിൽ ഫുൾ വാട്ടർ വേപ്പർ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ, ആ വായുവിൽ വാട്ടർ വേപ്പർ ആണ് മുഴുവനായിട്ട് അടങ്ങിയിട്ടുള്ളത്, ആ ഒരു ഇതിനെ എന്ത് പറയും? ഹ്യൂമിഡ് ഡേ എന്നാണ് പറയുക. എന്താണ്? ഹ്യൂമിഡ് ഡേ. As the air gets warmer, its capacity to hold the water vapor increases. എന്ന് വെച്ചാൽ വായു നല്ല രീതിയിൽ വാർമർ ആയിട്ടുള്ള രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ വാട്ടർ വേപ്പർ അവര് ഹോൾഡ് ചെയ്യുന്ന വാട്ടർ വേപ്പർ ഉണ്ടാവില്ല, അവർ ഹോൾഡ് ചെയ്യുന്ന വാട്ടർ വേപ്പറിന്റെ ഇതും ഹോൾഡ് ചെയ്യുന്ന വാട്ടർ വേപ്പറിന്റെ കപ്പാസിറ്റി കൂടും. ഓക്കെ, ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ ഹ്യൂമിഡ്. അത് മോർ ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള മോയ്സ്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, എന്താ പറഞ്ഞത്? എയർ വാർമർ ആകുമ്പോൾ ഇവർക്ക് വാട്ടർ വേപ്പർ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ ഇതെന്താ മോർ ആൻഡ് മോർ ഹ്യൂമിഡ് ആയിട്ട് മാറും, മോയ്സ്ചർ ആയി മാറും എന്നാണ് പറയുന്നത്. when the air is full of water vapor, we call it a humid day. and മോയ്സ്ചറിന്റെ മറ്റൊരു പേര് ഹ്യൂമിഡിറ്റി എന്നാണ്. if the air gets warmer, if the air gets warmer, its capacity to hold the water vapor increases and it becomes humid. okay, അതുപോലെ തന്നെ on a humid day, clothes take longer to dry and sweat from our body does not evaporate easily and making us feel very uncomfortable. humid day ആവുമ്പോൾ എന്ന് വെച്ചാൽ എയർ വാർമർ ആകുമ്പോൾ വാട്ടർ വേപ്പറിന് എക്സിസ്റ്റ് ചെയ്യുന്ന കപ്പാസിറ്റി അവർ ഇൻക്രീസ് ചെയ്യും, ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് മോർ ഹ്യൂമിഡ് ആകുമ്പോൾ എന്താണ് ക്ലോത്ത്സ് ഈ സ്വെറ്റിൽ നിന്നൊക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറെ ടൈം എടുക്കും എന്നാ പറയുന്നത്. അത് നമ്മൾ അൺകംഫർട്ടബിൾ ആക്കും. ഇറ്റ്സ് വെരി എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, when the water vapor rises, it starts cooling. okay, water vapor rise ചെയ്യുമ്പോൾ എയർ എന്താ? കൂൾ ആവും അല്ലെ. the water vapor condenses, it causing the formation of droplets of water. അത് കണ്ടൻസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ആണ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വാട്ടർ വേപ്പർ റൈസ് ചെയ്യുമ്പോൾ കൂളാവും, വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ. ഇപ്പൊ ക്ലൗഡ്സ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് വാട്ടർ വേപ്പർ, ആ മോയ്സ്ചറിന്റെ ഇത് പറയാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് മാസസ് ഓഫ് സച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ when these droplets of water becomes too heavy, അത്രയും ഹെവി ആയിട്ട് വാട്ടർ വേപ്പർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കും, പെട്ടെന്നാണ് അത് എന്തായിട്ട് പെയ്യുക? ഇറ്റ് ഈസ് came down as precipitation, റെയിൻ ആയിട്ട് അത് വരുന്നത് അല്ലെ. അപ്പോ jet planes flying in the sky leave a white trail behind them. the moisture from their engines condenses. എന്ന് വെച്ചാൽ ഇപ്പോ റോക്കറ്റ് അല്ല, ഈ ജെറ്റ് പ്ലെയിൻസ് ഒക്കെ പോകുമ്പോൾ ആകാശത്തൂടെ പോകുമ്പോൾ മക്കൾക്ക് കാണാം അതിന്റെ വര ഇങ്ങനെ, അത് അതിന്റെ എൻജിൻ കണ്ടൻസ് ചെയ്യുന്ന ആ ഒരു വാട്ടർ വേപ്പറിന്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. and we see trails of this contains moisture for the some time when there is no air movement to disturb it. അവിടെ ഒരു എയർ മൂവ്മെന്റ് ഇല്ലാതെക്കുമ്പോഴാണ് ആ ട്രെയിൽ ഇങ്ങനെ സ്കൈയിൽ കാണുന്നത്, വിസിബിൾ ആയിട്ട് കാണുന്നത് അല്ലെ. jet planes flying in the sky leave a white trail behind them. the moisture from the engine condenses. we see the trails of this contains moisture for some time when there is no air movement to disturb it. okay, അങ്ങനെയുള്ള ഈ precipitation ആയി മാറുമല്ലോ, വാട്ടർ വേപ്പർ precipitation ആയി മാറുമ്പോൾ that comes down to the earth in liquid form ആയിട്ട് ആ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ആ ലിക്വിഡ് ഫോമിന് എന്താ പറയുന്നത്? റെയിൻ എന്നാണ് അല്ലേ. and most of the groundwater comes from rainwater and plants help to preserve helps to preserve water. most of the ground water ശേഖരിച്ചു വെക്കുന്ന ഈ റെയിൻ വാട്ടർ വരുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിലുള്ള വെള്ളത്തിന്റെ ലെവൽ കൂടും. അങ്ങനെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഈ വാട്ടർ ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കും അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ precipitation എന്ന് പറയുന്നത് precipitation comes down to the earth in liquid form. it is called as rain. second point, most of the groundwater comes from rainwater and plants help to preserve water. okay, next one.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൻഫോൾ ആണ്. ഇറ്റ് ഇസ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ. അതിന്റെയാണ് ഒന്ന് കാണിച്ചത്. ഓൺ ദ ബേസിസ് ഓഫ് മെക്കാനിസം ദർ ആർ 3 ടൈപ്സ്. റെയിൻഫോൾ വന്നല്ലോ. അപ്പൊ പല ടൈപ്സ് ഓഫ് റെയിൻഫോൾസ് ഉണ്ട്. ഏതൊക്കെയാ നോക്കിയാലോ? ഫസ്റ്റ് വൺ കൺവെൻഷണൽ റെയിൻഫോൾ ആണ്. സെക്കൻഡ് വൺ ഓറോഗ്രാഫിക് റെയിൻഫോൾ. തേർഡ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഇറ്റ് ഇസ് സൈക്ലോണിക് റെയിൻഫോൾ. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് റെയിൻഫോൾ? മക്കൾ പറഞ്ഞേ. ഫസ്റ്റ് വൺ convectional rainfall, second one orographic rainfall, third one cyclonic rainfall. അല്ലേ? അപ്പൊ അത്രയാണ് പറഞ്ഞത്. അതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് കേട്ടോ. അത് ഏതൊക്കെ ടൈപ്സ് ഓഫ് റെയിൻഫോൾ എന്നോ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ് ഇതാ. ഇപ്പോ കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുമ്പോൾ കണ്ടൻസേഷൻ ഒക്കേഴ്സ്, ഫോമിംഗ് ക്ലൗഡ്സ്, ഹെവി റെയിൻ പെയ്യുന്നു. ഓക്കെ, അതൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് ഓറോഗ്രാഫിക് precipitation, evaporation. It is prevailing winds that cause rain shadow. Okay. Pinna cyclonic rainfall ആണ്. It is warm moist air supposed rise over high areas. Air cools and condenses forming clouds. Air cools and condenses forming clouds and it rains. Okay, that's simple ആയിട്ട് അല്ലേ? It is warm moist air forced to rise over high areas. Air cools and condenses forming clouds and it rains. Simple. അപ്പൊ എന്തൊക്കെ ടൈപ്സ് ഓഫ് റെയിൻഫോൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കൺവെക്ഷണൽ റെയിൻഫോൾ, ഓറോഗ്രാഫിക് റെയിൻഫോൾ ആൻഡ് സൈക്ലോണിക് റെയിൻഫോൾ. ഓക്കെ, എത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? മെയിൻലി കുറെ സ്ഫിയേഴ്സ് പഠിച്ചു അല്ലെ? precipitation, അതുപോലെ തന്നെ മോയ്സ്ചർ, ടെമ്പറേച്ചർ, വിൻസ്, പെർമനന്റ് വിൻസ്, സീസണൽ വിൻസ്, ലോക്കൽ വിൻസ് അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ? കൺവെൻഷണൽ റെയിൻഫോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് വിൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ? എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് വിൻസ് മക്കൾ പറഞ്ഞേ? ടൈപ്സ് ഓഫ് വിൻസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ പെർമനന്റ് വിൻസ് അല്ലേ? പെർമനന്റ് വിൻസ്. ആൻഡ് സെക്കൻഡ് വൺ ഏത് വിൻസ് ആണ്? ഏത് ടൈപ്പ് ഓഫ് വിൻഡ് ആണ് മക്കൾ പറഞ്ഞ? ഇറ്റ് ഇസ് സീസണൽ വിൻസ്. പല സീസണിലായിട്ട് വരുന്ന വിൻസ് അല്ലെ? സീസണൽ വിൻസ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഇറ്റ് ഇസ് ലോക്കൽ വിൻസ്. അപ്പൊ വിൻഡ് എന്ന് പറയുന്നത് ഈ എന്താണ്? നമ്മുടെ വെതറിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് അല്ലെ? ദ ഫാക്ടേഴ്സ് ദാറ്റ് factors that affect weather ആണ് എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ടെമ്പറേച്ചർ അല്ലെ? നമുക്കത് ഇത് മാറ്റാം. ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ടെമ്പറേച്ചർ ഏതൊക്കെയാന്ന് ഓരോന്നായിട്ട് മക്കൾ പറഞ്ഞേ. First one it is temperature അല്ലെ? First one it is temperature. പിന്നെ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതാണ്? ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ വിൻഡ് ആണ് അല്ലെ? വിൻഡ് പറയുമ്പോഴാണ് നമ്മൾ ടൈപ്സ് ഓഫ് വിൻസ് പറഞ്ഞത്. വിൻസ്, കാറ്റ് നല്ല രീതിയിൽ നമ്മുടെ വെതറിനെ എഫക്ട് ചെയ്യുന്നു. അതാണ് ടൈപ്സ് ഓഫ് വിൻസ് പറഞ്ഞു. പെർമനന്റ് വിൻസ്, സീസണൽ വിൻസ്, ലോക്കൽ വിൻസ് അല്ലെ? ഇനി വെതറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ടെമ്പറേച്ചർ, വിൻസ്. പിന്നെ നമ്മൾ മോയ്സ്ചർ പറഞ്ഞു. മോയ്സ്ചർ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? precipitation പറഞ്ഞു അല്ലെ? പിന്നെ അത് precipitation എന്ന് പറയുന്നത് റെയിൻഫോൾ ആണ് അല്ലെ? precipitation എന്ന് പറയുന്നത് എന്താണ്? ഈ വാട്ടർ വേപ്പർ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അത് എന്തായിട്ട് ഫോം ചെയ്യുന്നു? റെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നു അല്ലെ? precipitation എന്ന് പറയുന്ന റെയിൻഫോൾ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താ മക്കളെ? ടൈപ്സ് ഓഫ് റെയിൻഫോൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ടൈപ്സ് ഓഫ് റെയിൻഫോൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ ടൈപ്സ് ഓഫ് റെയിൻഫോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ടൈപ്സ് ഓഫ്
ഏതൊക്കെ ടൈപ്സ് ഓഫ് റെയിൻഫോൾസ് ആണ് ഉള്ളത് മക്കള് പറഞ്ഞേ? എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ? ഫസ്റ്റ് വൺ കൺവെൻഷണൽ റെയിൻഫോൾ അല്ലേ? നമ്മൾ പറഞ്ഞു കൺവെൻഷണൽ റെയിൻഫോൾ പറഞ്ഞു. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, 3 ടൈപ്സ് ഓഫ് റെയിൻഫോൾ എന്നല്ലേ പറയുന്നുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ ഓറോഗ്രാഫിക് അല്ലേ? ഓറോഗ്രാഫിക്. ഇതൊക്കെ നോട്ടിൽ എഴുതി വെക്കണേ മക്കള്, അല്ലെ മറന്നു പോവും. ഓറോഗ്രാഫിക് റെയിൻഫോൾ. പിന്നെ തേർഡ് വൺ സൈക്ലോണിക് റെയിൻഫോൾ. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വെതർ പറഞ്ഞു അല്ലെ? ഇറ്റ് ഈസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വെതർ. അതാണ് എന്തൊക്കെ പറഞ്ഞത്? ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ ആൻഡ് വിൻഡ്സ്, മോയ്സ്ചറിലാണ് പ്രസിപ്പിറ്റേഷൻ വന്ന്, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് റെയിൻഫോൾ ആണ് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറ്റ് ഈസ് ടൈപ്സ് ഓഫ് വിൻഡ്സ് ആണ് അല്ലെ? അതാണ് പെർമനന്റ് വിൻഡ്സ്, സീസണൽ വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ് എന്ന് പറഞ്ഞത്. ലോക്കൽ വിൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെയിലി ഒരു തവണ ഇങ്ങനെ ബ്ലോ ചെയ്യുന്ന ലോക്കൽ വിൻഡ്സ് ടൗൺ ഏരിയാസിലൊക്കെ. സീസണൽ വിൻഡ്സ് സീസൺ അനുസരിച്ച്. പെർമനന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇതാക്കുന്ന ബ്ലോ ചെയ്യുന്ന വിൻഡ്സ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? റെയിൻഫോൾ ആണ്. ടൈപ്സ് ഓഫ് റെയിൻഫോൾ അല്ലെ? ഈ മോയ്സ്ചറിന്റെ കാര്യം പറയുമ്പോഴാണ് റെയിൻഫോളിന്റെ കാര്യം പറഞ്ഞത്. ടൈപ്സ് ഓഫ് റെയിൻഫോൾ കൺവെൻഷണൽ, ഇറ്റ് ഈസ് we discussed convectional rainfall, second one orographic rainfall, third one cyclone rainfall. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.